പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോൾഡൻ വാട്സപ്പ്. നമ്മളിന്ന് ഗോൾഡൻ വാട്സപ്പിനെ പറ്റി ഒരു ചെറിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഗോൾഡൻ വാട്സപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത് പ്രചരണം നേടിയൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പലർക്കും പല പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം ഗോൾഡൻ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അതിലൂടെ ഒരുപാട് പണികൾ ഉള്ളതാണ്. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. നമ്മൾക്ക് കൂടുതൽ സാധാരണ വാട്സപ്പിന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഉപയോഗിക്കുക. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവോ ലോഞ്ചർ എന്നാണ്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഐക്കൺ മാറ്റാം. ഐക്കണുകൾ മാറ്റി വെക്കാം. നമ്മുടെ ഫോട്ടോസ് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസ് വെക്കാം. അങ്ങനെ പല രീതിയിലും നമുക്കിത് മാറ്റാം എന്നുള്ളതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളിപ്പം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കൊന്ന് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഈ നോവോ 7 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇത് കാണിക്കുക. നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ചെറിയൊരു ഐക്കണോട് ഇവിടെ കാണിക്കും. നമ്മൾ എന്നിട്ട് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ നമുക്കിവിടെ ഒരു നോർമൽ സൈസിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ മാറ്റുക എന്നുള്ളതാണ്. വാട്സപ്പിൻ്റെ ഐക്കൺ മാറ്റുന്നേ ഉള്ളൂ. നമ്മൾ സെറ്റിങ്സ് ഒന്നും ചെയ്യുന്നില്ല, ഐക്കൺ മാത്രം മാറ്റുന്നേ ഉള്ളൂ. ഈ വാട്സപ്പിൻ്റെ മേലെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പിൻ്റെ പേര് മാറ്റാൻ പറ്റും, നമ്മുടെ പേര് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ്റെ മേലെ, അതായത് ഈ ഐക്കണിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറി ആപ്സ് ഓപ്പൺ ആയി വരും. ഗാലറി ആപ്പ് ഓപ്പൺ ആയി വരും. അതിൽ ഗാലറി ഒന്ന് പ്രസ് ചെയ്യുക. ഗാലറി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. നമ്മളെ ഡ്രൈവ് കാണിക്കും, ഗാലറി കാണിക്കും, ഓൺ ഡ്രൈവ് കാണിക്കും, ഫോട്ടോസ് കാണിക്കും, ഫയൽ മാനേജർ കാണിക്കും, ഫയൽ കാണിക്കും. അത് നമ്മൾ ഈ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഐക്കൺ, ഇപ്പോൾ ഒരു ഗോൾഡൻ ഐക്കൺ എടുക്കുന്നുണ്ട്, അത് വന്നിട്ട് ഇതിലൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മേലെ ടിക്ക് മാർക്ക് ഉണ്ട്, ഡൺ എന്നുള്ള, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തായി ഗോൾഡൻ കളർ വന്ന്. ഇപ്പോൾ ഈ ഗോൾഡൻ കളറിൻ്റെ അടുത്ത് തന്നെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്. അത് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇവിടെ ടിക്ക് വന്നിട്ടുണ്ടല്ലോ, ആ ടിക്കൊന്ന് ഒഴിവാക്കി കൊടുക്കുക. ഇപ്പം നമ്മളത് ഗോൾഡൻ കളറിലേക്ക് മാറി. ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വാട്സപ്പ് എന്തായി ഗോൾഡൻ കളറിലേക്ക് മാറി. ഇതുപോലെ തന്നെ നമുക്ക് എനിക്ക് വേറെയും വാട്സപ്പ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ വേറൊരു വാട്സപ്പ് പ്രസ് ചെയ്തിട്ട്, ഇനി വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ മേലെ ഒരു ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ വാട്സപ്പ് ചെയ്ത പോലെ തന്നെ ഒക്കെ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുക്കുക. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, ഇവിടെ അത് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൽ മേലെ ഡൺ എന്നുള്ള അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇതുപോലെ വൈറ്റ് കാണുന്നില്ല, അതും ഒന്ന് ഒഴിവാക്കി. എന്നിട്ട് ഡണ്ണ് കൊടുത്തു. ഇപ്പോൾ ഫേസ്ബുക്ക് എൻ്റെ ഫോട്ടോ ഐക്കണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസും നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഐക്കണുകളും പേരും മാറ്റാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഫേസ്ബുക്കും വാട്സപ്പും ഇതുപോലെ ചെയ്തു. ഇനി നമുക്കിത് ഒഴിവാക്കണം. ഇനി ഫേസ്ബുക്കും വാട്സപ്പൊക്കെ പഴയ രീതിയിലേക്ക് വരണമെങ്കിൽ അതിനും പണിയുണ്ട്. അതിന് നമ്മൾ ഇതിൻ്റെ മേലത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ തന്നെ കാണുന്നുണ്ടല്ലോ, ഗാലറിൻ്റെ തൊട്ട് മേലെ ബെൽറ്റ് എന്നുള്ളത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താഴെ ആപ്പ് ഐക്കൺ എന്ന് കാണാം. ഈ ആപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഐക്കൺ വന്നു കഴിഞ്ഞാൽ അതിന് ഇവിടെ ഫേസ്ബുക്ക് എന്നൊരു ഐക്കണും കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡണ്ണ് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫോട്ടോസ് മാറി പഴയ രീതിക്ക് തന്നെ ആയി. ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷനും ചെയ്യുക, ഡിലീറ്റും ചെയ്യുക, ഒക്കെ ഒഴിവാക്കുകയും ചെയ്യുക. കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണമെന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ഗുഡ് ബൈ.